ഇത് ക്രിസ്പി ക്രീമീന്ന് ഡോണറ്റ്സ് ആണ് കുട്ടികൾക്ക് വാങ്ങി കൊടുക്കുന്നത്. ഡോണറ്റ്സ് കൊള്ളാം, നന്നായിട്ടുണ്ട്. ഇന്നലെ ഒരു ബാച്ച് കഴിഞ്ഞു, ക്ലാസ്സിൽ കൊണ്ടുപോയി. ഇന്നലെ ക്ലാസ്സിലത്തെ കുട്ടികൾക്ക് വേണ്ടിയിട്ട് ക്രിസ്മി ക്രീമിന്ന് 2 ബോക്സ് ഉണ്ട്. ഇതിപ്പോ ഡേ കെയറിലെ ഫ്രണ്ട്സിന് വേണ്ടിട്ട്. എനിവേ എന്തായാലും അമ്മോ ഹാപ്പി അല്ല? ഹാപ്പി ആണല്ലോ. അപ്പാവും നൂനും പറയുന്നതൊക്കെ കേക്കുമല്ലോ. അപ്പൊ ശരി, ബൈ. എനിക്ക് താങ്ക്സ് ഒന്നും വേണ്ട, പറയുന്ന കാര്യങ്ങൾ ചെയ്താൽ മതി, ഗുഡ് ഗേൾ ആയിട്ട് ഇരുന്നാൽ മതി. അപ്പം സ്കൂളിൽ കൊണ്ടുപോയി കൊടുക്കുക, എല്ലാവർക്കും ഹഗ് ചെയ്യ്. ഓക്കെ, എല്ലാവർക്കും സ്മൈലി ആയിട്ട് കൊടുക്കണം, സ്മൈൽ ചെയ്ത് കൊടുക്കണം. ഓക്കെ ഓക്കെ ഡൺ. ഓക്കെ, അപ്പൊ ബൈ. ഈവനിങ്. ഗൈസ്, അപ്പോൾ നമ്മളൊരു സർപ്രൈസ് അമ്മൂന് കൊടുക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഭയങ്കരമായിട്ട് പ്ലാൻ ചെയ്തതല്ല, അങ്ങനെ ആയി പോകുന്നതാണ്. അതായത് ഇന്ന് രാവിലെ എന്താ പറയുക, എന്തായാലും ചെറിയൊരു ഫംഗ്ഷൻ, എന്തായാലും ഫംഗ്ഷനല്ല, നമ്മളെ സുഹൃത്തുക്കളെ കേക്ക് കട്ടിങ് ഉണ്ടാവണം, നമ്മളത് എന്തായാലും ചെയ്യണം. അപ്പോൾ അല്ലെങ്കിൽ അവള് പിന്നീട് അവൾക്കൊരു ഭയങ്കര വിഷമം ഉണ്ടാവും. പിന്നെ നമ്മൾ എല്ലാ വർഷവും നമ്മൾ വീഡിയോ എടുക്കുന്നതാണ്. അപ്പോൾ അങ്ങനെ എന്തായാലും അത് ഇരിക്കട്ടെ. അപ്പോൾ അങ്ങനെ നമ്മളെന്താ ഒരു ചെറിയൊരു പ്ലാൻ ചെയ്ത് അവൾക്കൊരു സർപ്രൈസ് കൊടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അങ്ങനെ രാവിലെ നമ്മൾ ഒരു പരിപാടിയില്ല, ഇന്നലെ മുതൽ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പറയുന്നുണ്ടായിരുന്നു ഒരു പരിപാടിയൊന്നുമില്ല. പിന്നെ വാക്കിംഗ് ഡേ കൂടെ ആയതുകൊണ്ട് നമ്മൾ പരിപാടി ഇല്ലെന്ന് പറഞ്ഞാൽ അവൾ വിശ്വസിക്കും. നമ്മൾ പറഞ്ഞു സൺഡേ നമുക്ക് വേണമെങ്കിൽ ഒരു കേക്ക് കട്ടിയാടാ, ഇന്ന് പ്രത്യേകിച്ചൊന്നും ഇല്ല എന്നൊക്കെ പറഞ്ഞിരിക്കുകയാണ് അവളോട്. അതെ അതെ അതെ. അപ്പോൾ ഇന്നിപ്പോൾ പോയിരിക്കുകയാണ്. ഇന്നിപ്പോൾ നമ്മൾ മൂവി നൈറ്റ് രാത്രി നമ്മൾ എല്ലാ സാറ്റർഡേയും നമ്മളിങ്ങനെ ഒരു മൂവി നൈറ്റ് പോലെ വെക്കാറുണ്ട്. നമ്മൾ പിസയൊക്കെ മേടിച്ച് ഒരുമിച്ചിട്ട് ഫ്രൈഡേ അല്ലേ. അപ്പോൾ അവളും പറഞ്ഞു ഓക്കെ എന്നാ എനിക്ക് ബർത്ത്ഡേ ഗിഫ്റ്റ് ആയിട്ട് മൂവി നൈറ്റ് മതി. അതെ, ഓക്കെ എന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ നമ്മൾ ഇന്ന് അങ്ങനെയാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത്, ഫുഡൊക്കെ മേടിച്ചിട്ട് വന്ന്. അപ്പോൾ എന്തായാലും നമ്മളെ സുഹൃത്തുക്കളൊക്കെ ഇന്ന് വരുന്നുണ്ട്. അപ്പോൾ ശരിക്കും മൂവി നൈറ്റ് അല്ല, ശരിക്കും ഒരു ബർത്ത്ഡേ സെലിബ്രേഷൻ ആണ്. അതെ, അപ്പോൾ അതിന്റെ പരിപാടി മീനുത ബലൂണൊക്കെ. അമ്മൂന് സ്റ്റിച്ചാണ് ഇപ്പോഴത്തെ അമ്മുവിന്റെ ക്രേസ്, ഭയങ്കര ഇഷ്ടമുള്ള ക്യാരക്ടർ സ്റ്റിച്ച്. അപ്പൊ അവൾക്ക് എല്ലാ സ്റ്റിച്ചിൽ തന്നെ വേണം. എപ്പോഴും എന്നോട് ചോദിക്കും സ്റ്റിച്ചിന്റെ ഡോള് വേണം, സ്റ്റിച്ചിന്റെ ബാഗ് വേണം. അപ്പൊ ഞാൻ പറയും ഇല്ല നീ ഗുഡ് ഗേൾ ആയാൽ മാത്രമേ വാങ്ങിത്തരുള്ളൂ. അങ്ങനെ ഇന്ന് എല്ലാം ഓൾമോസ്റ്റ് എല്ലാം തന്നെ സ്റ്റിച്ചിന്റെ ആണ്. അതെ, അപ്പോൾ അതിന്റെ പരിപാടിയൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നത്. നമ്മൾ ബാക്ക് യാർഡിൽ ചെറിയൊരു സെറ്റപ്പ് ഉണ്ട്, അപ്പോൾ അവിടെ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ ചെറിയ ഫുഡൊക്കെ നമ്മൾ ബിരിയാണി നമ്മൾ പുറത്തുനിന്ന് എടുക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ ആയിട്ടുള്ള പരിപാടിയാണ്. എന്തായാലും വിശേഷങ്ങളാണ്. അമ്മു ഞെട്ടുന്ന വീഡിയോ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഞങ്ങളുടെ പ്ലാൻ എന്താന്ന് വെച്ചാൽ അമ്മൂനെ നമ്മൾ സ്കൂളിൽ നിന്ന് വിളിക്കാൻ പോകും. സ്കൂളിൽ നിന്ന് വിളിച്ചിട്ട് വന്നിട്ട് നമ്മൾ ഡിന്നറിന് പോകാന്ന് പറഞ്ഞ് ഞങ്ങൾ റെഡിയാവും. പക്ഷെ ഞങ്ങൾ റെഡിയാവുന്ന സമയത്തിന് നമ്മുടെ ഗ്യാങ് എല്ലാവരും കൂടി ബാക്ക് യാർഡിൽ ഒളിച്ച് നിൽക്കും. എന്നിട്ട് ഞങ്ങൾ ഇറങ്ങുമ്പോഴത്തേക്കും വേടാന്ന് പറഞ്ഞ് ഞങ്ങൾ വെറുതെ ഒന്ന് ബാക്ക് യാർഡിൽ പോകുമ്പോൾ ഇതൊക്കെ സംഭവിക്കാന്നുള്ളത് ഇതാണ് പ്ലാൻ. ഇത് സംഭവിക്കാന്നുള്ളത് നമുക്ക് നോക്കാം. ഓക്കെ ഇതൊക്കെയാണ് സംഭവം. ഈ സാധനമാണ് സ്റ്റിച്ച്. എങ്ങനെ ആർക്ക് ഇഷ്ടപ്പെടും എന്നുള്ളത് എനിക്കറിയില്ല. എന്ത് സാധനം, എന്ത് ഭംഗിയായിരുന്നു. മറ്റേ കോക്രോച്ച് പാർട്ടിയുടെ വേറൊരെണ്ണം. സത്യം, ഇത് നമ്മുടെ മിക്കി മൗസും മിന്നി മൗസും ഒക്കെ ഭയങ്കര ക്യൂട്ടായിരുന്നു. എന്ത് സാധനം എന്നല്ലേ. ഞാനിത് ആദ്യമായിട്ട് കാണും. ഇതാണ് സ്റ്റിച്ച്. ഇതിന്റെ ബാഗാണോ വേണം? ഗേൾഫ്രണ്ട് ആണ് അത്, ഏഞ്ചൽ. എവിടെ ആ പിങ്ക് സാധനം അതാണ് ഏഞ്ചൽ, സ്റ്റിച്ചിന്റെ ഗേൾഫ്രണ്ട് ആണ്. ഇതാ അമ്മുവാണ്. ഇത് അമ്മുവാണ്. നാട്ടിൽ നിന്ന് അമ്മൂന് വന്ന നാട്ടിലെല്ലാവരും അയച്ചു കൊടുത്ത ഗിഫ്റ്റൊക്കെയാണ്. നമ്മൾ വാങ്ങി വെച്ചേക്കുന്ന ഗിഫ്റ്റും ഉണ്ട്, നാട്ടിൽ എല്ലാവരും കൊടുത്തു വിട്ട ഗിഫ്റ്റും ഉണ്ട്. പൊതുവേ ഞാൻ പോകാറില്ല. ഇന്ന് പോകുമ്പോൾ ഇതെന്താ രാവിലെ പറഞ്ഞു അപ്പാവും കൂടെ ഒരുമിച്ച് പിക്കാൻ പറഞ്ഞു. ആണോ? അത് ശരി. ഇതാ ഇവിടെ ഒരു ഹോണുണ്ട്, സോറി ബെല്ലുണ്ട്. ബെല്ല് ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്ക് മുകളിൽ സാഡല്ലേ. ഇത്ര ലേറ്റ് ആയിട്ട് പോകണം അവർക്ക് ഇഷ്ടമല്ല. കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരുന്നപ്പോഴേ ലേറ്റ് ആയിപ്പോയി.
ഇതാണ് അമ്മുൻ്റെ ഇവരുടെയൊക്കെ ആക്ടിവിറ്റി, സമ്മർ ആക്ടിവിറ്റി, വിൻ്റർ ആക്ടിവിറ്റി ഒക്കെ. അമ്മു ഇതിൽ നീ കേടാ എടാ നീ എങ്ക ഇതിൽ ആ ലേറ്റ് എന്താ അമ്മ ഇതിൽ. ഓ ഇത് അമ്മൂൻ്റെ ആണേ, ഇത് അമ്മൂൻ്റെ. ഇത് മദേഴ്സ് ഡേയുടെ അന്നേരം. അമ്മുൻ്റെ ചെറിയ ഫോട്ടോ ഉണ്ടല്ലോ, അത് മാറ്റിയല്ലേ? കുഞ്ഞിലത്തെ ബേബി ഫോട്ടോ അതൊക്കെ മാറ്റിയല്ലേ? ഇത് നൂനുൻ്റെ അമ്മൂൻ്റെ ഫ്രണ്ട്സ് എല്ലാം കൂടെ ചെയ്തത് ആരടാ? എല്ലാ കുട്ടികളും എഴുതി കൊടുത്തത് കേട്ടാ. This is so good. Don't show me. Why? I want to see it after. Okay. Oh. Really good. Teachers ഒക്കെ എഴുതിയിട്ടുണ്ട് വിഷസ്. ഇതാ നമുക്ക് എടാ അപ്പ ഉച്ചക്ക് ഗിഫ്റ്റ് വാങ്ങി തരലാണ്. ഇല്ല ടിയാനയ്ക്ക് അമ്മ ഗിഫ്റ്റ് തരുന്നു. ഓക്കെ, നമ്മൾ റെഡി ആയിട്ട് പോകാം. റെഡി ആയിട്ട് പോകുന്നതെന്ന് പറഞ്ഞാൽ എനിക്ക് വിശക്കുന്നു, നമുക്ക് ഫുഡ് കഴിക്കാൻ പോവാം. അത് തന്നെ, റെസ്റ്റോറൻറ്റിൽ പോയി ഇറങ്ങുമ്പോൾ ജസ്റ്റ് ഒന്ന് അവിടെ കയറിയിട്ട് പോകാൻ. ഓക്കെ, അതെപ്പടിയാടാ നമ്മ പോയി അവളുടെ ഗിഫ്റ്റ് ഉണ്ട് പണയേക്ക്. അവള് വീട്ടില് അവളല്ല നമ്മള് വീട്ടിലെ വന്ന് ഗിഫ്റ്റ് ചെയ്തിട്ടുള്ളത്. ബോറടിച്ചാടാ? സോറി അല്ലേ ടച്ച്. അപ്പ വന്നോണ്ട് അമ്മു ഹാപ്പി. ഇതാണ് അമ്മുന്റെ പാർക്ക്, അവരുടെ ഈ ഉടുപ്പ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടപ്പോ ഫുള്ള് പോണേ. സൂപ്പർ. അയ്യോ അയ്യോ സ്ലോലി ഡോണ്ട് ഫാസ്റ്റ്. Can I find where it is? Okay, fine. Oh. Yay! It's a small gift from us. Hope you like it. I don't know. I know what it is. What? A dress. അല്ല എന്നല്ല ഓപ്പൺ ചെയ്. ഇല്ല ഓപ്പൺ ചെയ്. ഇല്ല ഈവനിങ് ഓപ്പൺ ചെയ്യും. ഈവനിങ് ഓപ്പൺ. ഇനി എപ്പോ ഓപ്പൺ ചെയ്യ്? അപ്പൊ എല്ലാം ഗിഫ്റ്റ് ഓപ്പൺ ചെയ്യും. ഇവിടെ വൻ പരിപാടി നടക്കുന്നു. ഹലോ, റെഡി അല്ലേ? Yeah. എവിടെ? അയ്യോ സെറ്റ്. ജാക്കറ്റ് സെറ്റ് കൊള്ളാടാ. നൈസ്. അമ്മന് ഇഷ്ടപ്പെട്ട ഡ്രസ്സ്? ഓക്കെ. അപ്പൊ ഫസ്റ്റ് നമ്മൾ എങ്ങോട്ടാ പോകുന്നത്? ഓക്കെ. കേരള ഏത് റെസ്റ്റോറൻറ്റ്? നമ്മളെല്ലാവരും കൂടെ പോയ റെസ്റ്റോറൻറ്റിലാണോ? മിസ്റ്റർ ജോൺ. നമ്മളന്ന് മറ്റേ ഇവിടെ മോസ്കോക്കോ പോയിട്ട് തിരിച്ചു വന്നപ്പോൾ ഒരു റെസ്റ്റോറൻറ്റ് വന്നില്ലേ? ഓക്കെ, ഏതെങ്കിലും ഒരു റെസ്റ്റോറൻറ്റിൽ പോവാം. ഓക്കെ. ഇന്ന് അമ്മുവിന്റെ ദിവസമാണ്. ഹാപ്പി ബർത്ത്ഡേ. വിൻഡേഴ്സില് മൂവി നൈറ്റ് ചിക്കൻ വാങ്ങിയിട്ട് നൂന് ചിക്കൻ വാങ്ങപ്പെട്ട സ്ഥലത്തിലേന്ന് നൂനും അല്ലല്ലോ അപ്പ അല്ല ചിക്കൻ ഇല്ല KFC-லேருந்து ചിക്കൻ വാങ്ങിയിട്ട് ഇങ്ങ വന്ന് എന്നിട്ട് മൂവി നൈറ്റ് ഫുള്ള് ഒരൊക്കെ വീഡിയോ. അമ്മൂക്ക വീഡിയോ വേണമെങ്കിൽ നിറഞ്ഞിരിക്കും.
സർപ്രൈസ്! നീ എവിടെ? ഷോക്കാ? എടാ എപ്പടി പേടിയാവുന്നത്. അതെ, ആണോ? എങ്ങനെ ഞാനകത്ത് പാട്ടിട്ടിരിക്കുന്നു, ഫുൾ ബോൾ ഇട്ടിരിക്കുന്നു ഞാൻ. അതിന്റെ ഇടയിൽ ഇവിടെ ഞങ്ങള് ഇഷ്ടപ്പെട്ടോ? ഇത് മതിയോ? ഹാപ്പിയാണോ? എത്ര ഹാപ്പി? നല്ല ഹാപ്പി. കേക്ക് ഇഷ്ടപ്പെട്ടോ? അല്ല തിരിഞ്ഞ് നീന്റെ ബർത്ത്ഡേ അല്ലേ? ഓക്കെ, സെറ്റ്. വീഡിയോ എടുത്തില്ല. ഇതിന് വീഡിയോ എടുക്കട്ടെ? ആ മാതിരി ഡയലോഗ് ഒന്നും ഇവിടെ. ഓ അല്ല, ഒന്ന് കൊളുത്തിയാ മതി. പക്ഷെ കാറ്റുള്ളതുകൊണ്ടേ നിക്കത്തില്ല. അമ്മ ആക്ഷൻ കാണിച്ചാ മതി. അപ്പൊ ബാക്കില് മീനു നിക്ക് മീനു ബാക്കിൽ നിന്നോ. ഹാപ്പി ബർത്ത്ഡേ ടു യു. കിട്ടിയില്ലേ? അയ്യോ, ആദ്യം കഴിക്കുന്നൊക്കെ കൊച്ചിനോടുക്കടി. രണ്ടുപേരും ഒരുമിച്ച് കൊടുക്കും. നിബുവിന്റെ ആഗ്രഹം പോലെ ചെയ്തിരിക്കുന്നു. അതതിന്റെ എന്താ പറഞ്ഞാലും കൊച്ചിനിട്ട് ഹാപ്പി ബർത്ത്ഡേ. നിങ്ങള് ഗിഫ്റ്റ് കൊണ്ടുവന്നില്ലെങ്കിൽ വീട്ടിൽ വന്ന് വാങ്ങിക്കാനായിരുന്നു പ്ലാൻ. നിങ്ങൾ വേണം, എനിക്ക് പൊട്ടിക്കാൻ തോന്നല്ല കേട്ടോ. ഇന്ത്യന്ന് മാത്രമല്ല, ഞങ്ങളുടെ ഗിഫ്റ്റും ഉണ്ട്. നമ്മളെ തരും. ഓക്കെ, നീ ഓപ്പൺ ചെയ്തോ. നീ തിങ്ക് ചെയ്തോ? പറഞ്ഞോ. പൂപ്പയാണോ? ഇറങ്ങി അവിടുന്ന് ഓടിപ്പോയി നമ്മളെ പിടിച്ചു നിർത്തി. പൊളിച്ച്. അടുത്ത കലാപരിപാടി എന്താണമ്മ? അടുത്ത കലാപരിപാടി നമ്മൾ ഗിഫ്റ്റ് അമ്മമാർ അവിടെ നിന്ന് ഓർഡർ ചെയ്തത്. ഗിഫ്റ്റും ഒരു കേക്ക്. ഡേ, ഗൊഗോ, മിതുമാമ ആൻഡ് നന്നു. Say thank you.
ഇത് രാവിലെ അമ്മ കൊടുത്ത ഗിഫ്റ്റാ. അപ്പ സ്പൂണും ഉണ്ട് അതില്. ഓഡിയൻസ് എനിക്ക് വിടാം, എനിക്ക് ഇഷ്ടപ്പെട്ടു. പക്ഷെ ഇങ്ങനത്തെ മറ്റേ ഈ ഇങ്ങനത്തെ പാന്റ് ഇഷ്ടമാണ്. ആ പാൻസ് അറിയില്ല, അവൾക്ക് അറിയില്ല കേട്ടാ. അറിയില്ല. സ്റ്റിച്ച് മയം വീണ്ടും സ്റ്റിച്ച്. അയ്യോ, ഇത് സ്റ്റിച്ചിന്റെ ബർത്ത്ഡേ ആണെന്ന് തോന്നുന്നു. ജെറിന്റെ മുഖത്തോട്ടാണ്. അലീനാന്റെ വിശദീകരിക്കുക. എന്താടി അമ്മ അയൺ ബോക്സ് എടാ, എല്ലാ ഡ്രസ്സും തേക്കാൻ. അലിന ചേച്ചി നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള ഗിഫ്റ്റ് ആണ്. അമ്മ ഒരു ഫ്ലൈങ് കിസ് കൊടുത്തേമോ? അയ്യോ, എല്ലാം സ്റ്റിച്ചാ. അമ്മാ വീണ്ടും സ്റ്റിച്ച്. ഷെഡി ഷെഡി സ്റ്റിച്ചിന്റെ ഷെഡി. ഇല്ല ഇല്ല, എവിടെ കാണിക്കണം, ഞങ്ങക്ക് അത് കാണണം. സൂപ്പർ. ഇനി നാളെ തൊട്ട് നിക്കറിടാതെ വേണേലും നടക്കും. ഷെഡി വേണമെന്നാ നിനക്ക് വേണോ സ്റ്റിച്ചിന്റെ ഷെഡി? എടി നിനക്ക് ഫോട്ടോ വെച്ച ഷെഡി വേണം, നീ എന്നും പറയുന്നു. ഇങ്ങനെ ഫോട്ടോയോ? ഇല്ല 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 ഇല്ല. അമ്മു ഇനി ഒരു മാസം നിന്നെ സ്റ്റിച്ച് കോളത്തിൽ കാണണം ഞങ്ങള്. അതെല്ലാരും കൂടി
മാറ്റാം അല്ലല്ല Books that you can read. 1 year നാട്ടില് ഷെഡ്ഡി വേണോ ഭാര്യയുടെ പടമുള്ള എമ്മിന്റെ പടം വെച്ചിട്ടുണ്ട് അനിമേഷൻ കാണാൻ പോയി ചീരയാണോ You know why this is so lucky? നാവികനാണ് Because it says kids paint and we can paint on the wall and we can wash it off. ഒറ്റിടിയാ കറക്കിട്ട് ഇതൊരു pencil case. അല്ലാതെ പഴയ അതാണ് മാമിയുടെ ഗിഫ്റ്റ്. Happy birthday for someone. B-A-O-P-body. ബർത്ത്ഡേ Happy birthday, you are അതിനെ കട്ടിങ് എന്ത് ഇങ്ങനെ കട്ട് ചെയ്ത് ഇങ്ങനെ അതിനെ ഉണ്ടാക്കിയിട്ട് നമുക്ക് ഉണ്ടാക്കാനൊക്കെ ഉണ്ടായിരുന്നു വർക്ക് എല്ലാ പിള്ളേരും മറ്റേ ഓട്ടോഗ്രാഫ് എഴുതുന്ന പോലെ ഹാപ്പി ബർത്ത്ഡേ എഴുതി കൊടുത്തടി. A good birthday. Cadence, I have a funniest, fantastic birthday. Hi Amukutta, happy birthday to you. നിങ്ങളെ സ്ക്രീൻ തിരിച്ചു വെച്ച് ഹാപ്പി ബർത്ത്ഡേ Hi Amu, happy birthday. ഹായ് പാണക്കുട്ടി ഹാപ്പി ബർത്ത്ഡേ ടു യു ലവ് യു Hi Amukutta, happy birthday to you. അമ്മുക്ക് അച്ചു ഒരു ചിന്ന ഗിഫ്റ്റ് പോലെയാക്കും എന്റെ വീഡിയോ ചെയ്ത്. ഓക്കെ, അപ്പം അച്ചു ചൂച്ചു താത്താവും ചൂച്ചി താത്താവും അഞ്ചു അമ്മയും നന്നൊപ്പ നന്ദു എല്ലാരും ഒരു വീഡിയോ ചെയ്ത് അമ്മ കരുത്തലാണ് വെച്ചേ. ഓക്കെ, അപ്പൊ അമ്മുക്കുട്ടിക്ക് നിങ്ങൾ വരുമ്പം അച്ചു വെയിറ്റ് ചെയ്തിരിക്കുകയായിരുന്നു. നമുക്ക് അടിച്ചു പൊളിക്കണം. അമ്മ സൂപ്പർ ആയിട്ടിരിക്കണം, ഗുഡ് ഗേൾ ആയിട്ടിരിക്കണം. നൂനു അപ്പാക്കും അപ്പാവെന്നും അമ്മ ഇറിറ്റേറ്റ് ചെയ്യക്കാതെ. പിന്നെ ബേബി വന്നിട്ട് നമ്മ സൂപ്പർ ആയിട്ട് എൻജോയ് ചെയ്യും. മാമിയായിട്ട് നമുക്ക് എല്ലാവർക്കും വന്നിട്ട് നമുക്ക് അടിച്ചു പൊളിക്കണം. ഓക്കെ, അപ്പം അമ്മുക്കുട്ടിക്ക് ഒരു അമ്മക്ക് ബിഗ് ഉമ്മയും ഹഗ്സും എല്ലാം അച്ചു. ഓക്കെ, അപ്പൊ അമ്മുക്കുട്ടിക്ക് ഹാപ്പി ബർത്ത്ഡേ ടു യു. അടിപൊളിയായിട്ട് ബർത്ത്ഡേ കേക്ക് എല്ലാം കട്ട് ചെയ്യും. അത് സർപ്രൈസ്. ഓക്കെ, അപ്പൊ ബർത്ത്ഡേ എല്ലാം അമ്മ അടിപൊളിയായിട്ട് എൻജോയ് ചെയ്ത് അച്ഛൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാണ് ചൊല്ലേ. Thank you, Achu. എങ്ങനെ ഉണ്ടായിരുന്നു വീഡിയോ? അപ്പൊ നമ്മളെ പ്രാണക്കുട്ടിയുടെ ബർത്ത്ഡേ കഴിഞ്ഞു. അപ്പൊ നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ നിങ്ങളുടെ ബർത്ത്ഡേ കുറിച്ച്? ഫസ്റ്റ് ബർത്ത്ഡേ, സെക്കൻഡ്, തേർഡ്, ഫോർത്ത്? പക്ഷെ എനിക്ക് ഓർമ്മയില്ല, പറഞ്ഞു കേട്ടിട്ടുണ്ട് കുറച്ച് ആൾക്കാരൊക്കെ വിളിച്ച് വലിയ ഫോട്ടോ ഫോട്ടോ ഉണ്ട് ഫോട്ടോ ഉണ്ട്. നിക്കറിലിരിക്കുന്ന ഫോട്ടോയാണോ? വേറെ ആർക്കൊക്കെ ഉണ്ട്? നിങ്ങൾക്കുണ്ട്? പുള്ളിക്ക് കല്യാണം കഴിഞ്ഞിട്ട് ഷഡ്ഡി ഇല്ലാത്ത ഫോട്ടോ, കിടന്നിട്ടുള്ള ഫോട്ടോ ഇട്ടത്. എന്തൊക്കെ ആഗ്രഹങ്ങളാണ് ഷഡ്ഡിയിൽ ഫോട്ടോ.
നിങ്ങൾ ഓരോ കാര്യം അവിടെ പറഞ്ഞിട്ട് ബാക്കിയുള്ള എനിക്കുണ്ടത് ഷഡ്ഡി ഇല്ലാത്ത ചോദിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞു ഞാൻ കല്യാണം കഴിഞ്ഞ് അപ്പോഴാണ് ആ ഷഡ്ഡിയുടെ കഥ പറഞ്ഞോണ്ടിരുന്നപ്പോ തന്നെ പറഞ്ഞോണ്ടാ. ഇത് കേട്ടോ ഇങ്ങനെ പറയുമ്പോഴാണ് ആ ബാക്കി തന്നെ. ആ ഇനി എമിൻ പറ. എമിനുണ്ടോ? പറയാ അലീന പറ. അലീനയുടെ ബർത്ത്ഡേ പറ. എന്റെ ബർത്ത്ഡേ ഞാനായിരുന്നു ആകെ ഒരു മോനുണ്ടായിരുന്നുള്ളൂ എന്റെ അപ്പാപ്പനും അമ്മമ്മയ്ക്കും. എന്റെ അപ്പൻ ആകെ ഒരു ആന്തര്യ. എന്റെ ആദ്യത്തെ മോളായ കാരണം ഭയങ്കര ഗംഭീരമായിട്ട് ആഘോഷിച്ചവര്. ഫോട്ടോഗ്രാഫർ, ഫുഡ്, ആൾക്കാരെ വിളിച്ച് ഭയങ്കര ഗംഭീരമായിട്ട് ആഘോഷിച്ചു. ഫോട്ടോ ഒക്കെ ഉണ്ടായില്ലേ? ഇത് വീഡിയോയിൽ വരും, ഓർക്കണം. ഞാനിത് ക്യാപ്ഷനിലിടും. പിന്നെ അങ്ങനെയായിരുന്നു എന്റെ ബർത്ത്ഡേ. ഓക്കെ, അത് നല്ലൊരു ഓർമ്മയാണല്ലേ ഇപ്പോഴും. കല്യാണം കഴിഞ്ഞ് കഴിഞ്ഞിട്ട് കല്യാണം കഴിഞ്ഞ ഫസ്റ്റ് ബർത്ത്ഡേ അതിഗംഭീരായിരുന്നു. അതിന്റെ ഇതിനാണ് ഇവിടെ ക്യാമറയ്ക്ക് പോകുന്നത്. ശരിയാ, കല്യാണം കഴിഞ്ഞിട്ട് ഫസ്റ്റ് ബർത്ത്ഡേ അതായത് ഭയങ്കര സർപ്രൈസ് ഒക്കെ ആക്കി തന്നെ. എവിടേക്കാ പോയി നമ്മള്? കുറെ കോള് വന്നോണ്ടിരിക്കുക പോണ വഴിയില്ല. അപ്പൊ പറഞ്ഞ ഏതൊരു ഫ്രണ്ട് അങ്കമാലിൽ അവൻ പെട്ട് കിടക്കുക. അപ്പൊ അടുത്ത ആളെ വിളിക്കും. ഇവനെ കൊണ്ടുപോകാൻ വേണ്ടി അവൻ പോയപ്പോ അവൻ ബ്ലോക്കിൽ പെട്ട് കിടക്കുക. ചീറി പാലട്ടാ വണ്ടി വിടുന്നത്. ഞാൻ നിന്നെ വീട്ടിലാക്കിയിട്ട് പോവാ അവരുടെ അടുത്തേക്ക് പറഞ്ഞിട്ട് എന്നെ വീട്ടിൽ കൊണ്ടാക്കി. ഫ്രണ്ട്സ് എല്ലാവരും വീടിന്റെ അകത്ത് സെറ്റപ്പ് ആയിരുന്നു. എന്നിട്ട് എനിക്ക് ബർത്ത്ഡേക്ക് ഒരു പട്ടിക്കുട്ടീനെ വാങ്ങി തന്നു. ജീവനുണ്ടോ? ജീവനുള്ള ചത്തുപോയി. എത്ര വർഷമായി? കല്യാണം കഴിഞ്ഞിട്ട് 2-3 വർഷമായുള്ളൂ. കാൽക്കുലേഷൻ ശരിയാവുന്നില്ലല്ലോ ഉണ്ണി. പാർവ നാട്ടില് വൈറസ്. ഓക്കെ. പിന്നെ അതിനൊരു മോതിരവും വാങ്ങി തന്നു. സന്തോഷം. ആ മോതിരം എവിടെ നോക്കി വേറെ ബർത്ത്ഡേക്ക് വാങ്ങിയത് ഇവിടെ വന്നിട്ട് ബർത്ത്ഡേക്ക് വാങ്ങി കൊടുത്ത മോതിരം. ആ മോതിരം എനിക്കറിയില്ല, അത് ആദ്യമായി പോയി മറ്റേത് ഇവർക്കറിയാം. മറ്റേത് ഇവർക്കറിയാം. ഇവര് തമ്മിലുള്ള ഭയങ്കര ഉടായ്പുണ്ട് കേട്ടോ. നമ്മളെ അപരാധിക്കുന്ന ഇവരെ മൂന്നുപേരും കൂടി ഇരിക്കുമ്പോ നമ്മളെ അപരാധിക്കുന്നത് ഞാൻ കേട്ടു. ഞാന് ഭയങ്കരമായിട്ട് കാണുകയും ഞാൻ ഉറങ്ങിയതാണ് ഇവര് വിചാരിച്ചത്. ശിവ അലീന ആര് മോളുടെ ബർത്ത്ഡേക്കാ? അല്ല മോളുടെ മഞ്ഞ കളർ ഫ്രോക്ക് ഇട്ട് ഞാൻ ഡാഡിയുടെ കയ്യിൽ ഇങ്ങനെ ഇരിക്കുന്ന ഒരു ഫോട്ടോ ഉണ്ട്. വെരി ഗുഡ്. നമ്മുടെ പഴയ വീട്ടില്. ഞാൻ കണ്ടില്ലല്ലോ ഫോട്ടോ. ഞാൻ കണ്ടില്ലല്ലോ ഫോട്ടോ. കണ്ടിട്ടുണ്ട്? അമ്മ കണ്ടു? എനിക്ക് കാണിച്ചു തന്നില്ല അമ്മ കേട്ടാ. ശരി. എനിക്ക് നല്ലൊരു ഓർമ്മ ഉള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മള് കുഞ്ഞിലെ ഊട്ടിയിൽ കൊണ്ടുപോയി. അപ്പൊ ഇവര് മറ്റേ കോൺഗ്രസ്സുകാരെല്ലാരും ഉണ്ടായിരുന്നു, നെടുമങ്ങാടുള്ള പാർട്ടിക്കാർ മൊത്തം അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ എനിക്കൊരു എല്ലാത്തിലും സ്പെഷ്യൽ ആയിട്ടുള്ള നിപ്പാണ്. അപ്പൊ ഫോട്ടോ എടുക്കുന്ന സമയത്ത് എനിക്ക് ചെയർ വേണം, അങ്ങനെ ഒരു സെറ്റപ്പാണ്. നമ്മള് പോയാല് ഡ്രസ് എടുക്കാൻ വേണ്ടി പോയാലും എനിക്ക് ജാക്കറ്റ് വേണം. സ്വാഭാവികം. കോൺഗ്രസിന്റെ ഒരു പാത. അങ്ങനെ എനിക്ക് ചെയർ വേണമെന്ന് പറഞ്ഞു ഫോട്ടോ എടുക്കാൻ വേണ്ടിട്ട് കുഞ്ഞിലെ. പിന്നെ ഞാൻ കിടന്ന ഈ പറക്കണമെന്ന് മാത്രമേ എനിക്ക് അറിയാവൂ. അച്ഛൻ എന്നെ എടുത്തിട്ട് എറിഞ്ഞു. അതാണ് എനിക്ക് ഓർമ്മയുള്ളത്. ബർത്ത്ഡേ സെലിബ്രേഷൻ അങ്ങനെ ഒരു പരിപാടി ഉണ്ടായിരുന്നോ എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് അറിഞ്ഞൂടാ. ഞാനും ചോദിച്ചില്ല. പിന്നെ ഏറ്റവും കുഞ്ഞിലുള്ള ഫോട്ടോസ് ഇല്ല. ഞാൻ അതുകൊണ്ടല്ലേ നമ്മള് അമ്മൂന്റെ ഒക്കെ എല്ലാം റെക്കോർഡ് ചെയ്യും. അയ്യോ ഇതാരാ കരയുന്നേ? അയ്യോ എന്റെ പിള്ള കരയുന്നേ. അയ്യോ എന്റെ പിള്ള കരയുന്നേ. ഇപ്പൊ ചിരിക്കുന്നേ. അയ്യോ ചിരിച്ചേ. അമ്മുവിന്റെ ചെസ്സാറാണേ. എന്താടാ birthday You have some fun today.
Happy birthday, Prana. താങ്ക് യു. Thank you. അങ്ങനെ ഫുഡിന്റെ പരിപാടി നടക്കുവാണ്. ബിരിയാണി, ചിക്കൻ ബിരിയാണി, നൂഡിൽസ്, അഞ്ജലി ഉണ്ടായിക്കൊണ്ടുവന്ന നൂഡിൽസ്. അതെ. അയ്യോ, തള്ളു. നല്ല ദം ബിരിയാണിയാണ്. പപ്പടമുണ്ട്. ഇത് ഇങ്ങനെയാണോ കഴിക്കുന്നത്? തറയിലിരുന്ന് ചമ്മണം കുത്തിയിരിക്കും. ഒറ്റ country-ആണ്. ഇല്ല ഇല്ല അതല്ല ഇപ്പൊ ചമ്മണം മടഞ്ഞ്. ബംഗ്ലാദേശ് ഒറ്റയാണ്. അല്ല ചമ്മണം മടഞ്ഞ്. ഇത് പറയണം. ചമ്മണം മോടഞ്ഞ്. അതന്നെ. അല്ലല്ല, നേരത്തെ നീ ഇരുന്നത് പോലെ അങ്ങനെ. പാകിസ്ഥാനിലെ പഞ്ചാബ് ഇருக்கு. അങ്കയിലെ പെരിയടം പഞ്ചാബ്, ഇന്ത്യയിലെ പെരിയടം പഞ്ചാബ്. ഓക്കെ നീ കഴിക്ക്. പഞ്ചാബില്ല.